ചപ്പാത്തിക്കും പൂരിക്കും വളരെ നല്ലതാണ്. ഇങ്ങനെ കുക്ക് ചെയ്യണ തവി എവിടെ നിന്ന് മേടിച്ചാണ്. അപ്പനും മകളും കൂടെ നന്നായിട്ട് പഷ്ടാന്നും പറഞ്ഞ് കുടിക്കും. എനിക്ക് ഇനി ഒരു പ്രധാന താരം ഇതിലേക്ക് ഇടാനുണ്ട്, അവനെ ഇനി എടുത്തോണ്ട് വരാം ഞാൻ. ഇതാണ് അപ്പയുടെ പ്രിയപ്പെട്ട ഹോം. ഫ്ലൂയിഡ് ഫോം ഇങ്ങനെ അനക്കുമ്പോ അനങ്ങണം, അതാണ് അതിന്റെ. ഇന്ന് നമ്മളെ സവോള, ക്യാരറ്റ്, പച്ചമുളക് അരിഞ്ഞേക്കണം. അത് നമ്മള് വെളിച്ചെണ്ണയിലേക്ക് ഇടുവാട്ടോ. ഒരു എല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു തട്ടിക്കൂട്ട കുഴച്ചുകറിയാ. അതായത് ചോറിന് പറ്റൂല, ചപ്പാത്തിക്കും പൂരിക്കും വളരെ നല്ലതാണ്. വൈകിട്ട് ഞാൻ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇവിടെ ഇപ്പൊക്കെ വൈകിട്ട് മിക്കവാറും ഒക്കെ ചപ്പാത്തിയാണ് കഴിക്കണത്. അതിന് ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ പീസ് തന്നെ കറിയായിട്ടുണ്ടാക്കും, മസാല ഇട്ടുള്ള. അത് നാളെ ആരാണ്ട് ചോദിച്ചായിരുന്നോ അതിന്റെ റെസിപ്പി കാണിക്കാവുന്ന. റെസിപ്പി കാണിക്കാൻ പല പ്രാവശ്യം ഗ്രീൻ പീസ് കറിയുടെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പിന്നെ മുട്ട ഇട്ടിട്ടുള്ളതും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് അങ്ങനെയുള്ളതല്ല, ഇത് ഒരു കുഴച്ചുകറി. അതായത് ബീറ്റ്റൂട്ട് ഇടൂല, ക്യാരറ്റും സവോളയും പച്ചമുളകും കൂടെ ചേർത്തേച്ച് ഇതൊക്കെ വഴന്നു കഴിയുമ്പോൾ പൊട്ടറ്റോ അതിൽ ചേർത്ത് നിങ്ങളെ കാണിക്കാം, ചേർത്ത് വേറെ ചില സംഗതികളൊക്കെ ചേർത്തൊരു കുഴച്ചുകറി. അതിൻ്റെ വെള്ളം ചെറു ചൂടിലുണ്ടാക്കിയാൽ വെച്ചതാ. ഓഫ് ചെയ്ത് വെച്ചു കൂട്ടോ, തിളച്ച വെള്ളം വേണ്ട. അത് കാരണം ഫ്രിഡ്ജിൽ നിന്നും പോട്ടെ, ഇതില് ഫ്ലാസ്കിലിരിക്കുന്ന തിളച്ച വെള്ളം അത് ഒഴിച്ചാൽ കൊള്ളൂല. അപ്പൊ തണുപ്പ് മാറിയ വെള്ളം അതിന് വേണം. അപ്പൊ ഇന്ന് വഴന്നു വരട്ടെ കേട്ടോ. അപ്പൊ ഇച്ചിരി ഉപ്പും കൂടെ അങ്ങ് ചേർത്തേക്ക്. ഏതായാലും ഉപ്പ് ആവശ്യമുള്ളതല്ലേ. ഇപ്പൊ ഉപ്പും കൂടെ ചേർന്ന് അങ്ങ് വഴരാൻ എളുപ്പമായിട്ട് കിട്ടും. ഞാൻ ചോപ്പറിൽ ഓർത്തില്ല, അല്ലെങ്കിൽ സ്ലൈസറിൽ അരിഞ്ഞാലും മതിയായിരുന്ന. ഇത് കൈകൊണ്ട് അരിഞ്ഞത് കൊണ്ട് ഇച്ചിരി ഒരു കട്ടിയുണ്ട്. ആ സാരമില്ല, അതൊക്കെ വഴന്ന് വരട്ടെ, ധൃതിയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ചെടി നനയ്ക്കാനൊക്കെയുള്ള പരിപാടിയേ ഉള്ളൂ. ഗ്യാസ് ബുക്ക് ചെയ്തിന്ന് ഗ്യാസ് വരും. കാരണം അപ്പയുടെ മൊബൈലിലേക്ക് കാലത്തെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഗ്യാസിന്റെ റേറ്റ് കൂട്ടിയല്ലോ. 60 രൂപ കൂട്ടി വീടുകളിലേക്കുള്ള ഗ്യാസ്. എനിക്ക് തോന്നിയായിരുന്നു ഇത് കെട്ടുപോയിട്ടുണ്ടോന്ന്. വഴന്ന് വരട്ടെ കേട്ടോ. ഈ ഇതിന്റെ കൂടെ ഒന്ന് പറയാനാ, ആരോ ഇന്നലെ ചോദിച്ചായിരുന്നു ഇങ്ങനെ കുക്ക് ചെയ്യണ തവി എവിടെ നിന്ന് മേടിച്ചാന്ന്. തവിന്നാന്ന് തോന്നണോ ഞാൻ മനസ്സിലാക്കണത്. ഇതെല്ലാം ലോക്കൽ ഷോപ്പുകളിൽ കിട്ടുന്നതാ. അല്ല, എല്ലാം മാർജിൻ ഫ്രീ അല്ല. ഇത് മാർജിൻ ഫ്രീ ആണ്. ഇത് നീ മേടിച്ചോണ്ട് വന്നാ പണ്ട്, ഞാൻ മറന്നുപോയി എവിടെ നിന്നാന്ന്. ഇത് തൃപ്പൂണിത്തറയാ. പിന്നെ ഇതിന്റെ വലുതൊരെണ്ണമുണ്ട്, അത് ഷൈന. ഇതിന്റെ വലുതാം. ഞാൻ ഈ ഇങ്ങനെ തവികളും നോൺ സ്റ്റിക്കിന്റെ ചട്ടുകം, ഇങ്ങനെ ഇളക്കണ സ്പാറ്റില പോലത്തെയുള്ള സംഗതികളെല്ലാം കൂടെ, നോൺ സ്റ്റിക്കിന്റെ, മറ്റേ സിലിക്കണല്ല, അതെല്ലാം കൂടെ ഇടുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡപ്പയിലാണ്. പിന്നെ നിങ്ങളെ കാണിച്ചു തരാം, കിച്ചണിൻ്റെ അങ്ങേറ്റത്തെ വെച്ചേക്കണം. അതിൽ പലതരത്തിലുള്ള കയ്യിലുകളുണ്ട് കേട്ടോ, മരക്കയ്യിലുകൾ. അത് നമ്മൾ കാണിച്ചിട്ടുണ്ടോ നേരത്തെ? വീഡിയോ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ലോക്കൽ ഷോപ്പുകളിലൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. ഈ സാധനം മേടിച്ചപ്പോ അപ്പ എന്നോട് ചോദിച്ചു, ഇങ്ങനത്തെ ഒരെണ്ണമായിട്ട് ഇളക്കണ കാണാലോ ഇവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു അത് അതിന്റെ വലുതാണിത്, മാർജിൻ ഫ്രീ ചെന്നപ്പോ ചെറുത് കണ്ട് മേടിച്ച. നല്ലതാ, മൾട്ടി പർപ്പസ്. അതെ, യൂസ് ചെയ്യാം, പലതിനും ഉപയോഗിക്കാം. ഇപ്പൊ ലോക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടും കേട്ടോ. അതൊരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം അല്ലാട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇളക്കിയപ്പോ പറഞ്ഞതേ ഉള്ളൂ. ദേ, ഇത് വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഇത് ഇഞ്ചിയുടെ സെപ്പറേറ്റ് മേടിച്ചത് ഇതിലാക്കി വെച്ചേക്കണം. നിങ്ങൾ വീഡിയോയിൽ കാണാറുള്ളതാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മേടിച്ചുകൊണ്ട് വരുന്നത് ഉള്ളത്. അത് ഇതിലേക്ക് ചേർത്തു. ചെലവിന് ചതച്ചതാണ് നല്ലത്. ഫോർ എക്സാമ്പിൾ സൂപ്പ് ഉണ്ടാക്കുമ്പോ അതിന് ചതച്ചത് അല്ലെങ്കിൽ കുഞ്ഞു പീസാക്കി. പിന്നെ പിക്കിളിനില്ലേ, ഈ നീ പറഞ്ഞ പോലെ അരിഞ്ഞു ചേർക്കണം നല്ലത്. ഇന്നിപ്പോ നമ്മള് മാങ്ങ ക്യാരറ്റിന് അരിഞ്ഞാൻ ചേർത്തത് ഇതായിട്ട് അരച്ചതല്ല അതിന് നല്ലത്. എന്ത് സ്മെല്ലാന്ന് നോക്കി അത് വന്നപ്പോ അല്ലേ. കുരുമുളകേ പൊടി പാക്കറ്റ് പൊട്ടിക്കണോ? അതെ, ഇതിൽ ഇത്രയും ഉണ്ട്, ഇത് മതിയായിരിക്കും. കാരണം പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ എരിവുള്ള. അത് മതി. വേണമെങ്കിൽ നമുക്കങ്ങ് പൊട്ടിക്കാം, വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പൊട്ടിക്കാം. ഇതിന് മഞ്ഞപ്പൊടി ഇടൂല കേട്ടോ, ഞാൻ ഇടൂല. ഇടുന്നവരുണ്ടായിരിക്കും, ഞാൻ ഇടാറില്ല. ഇനി വേപ്പിലാട്ടോ, ഇഷ്ടമുള്ളവർക്ക് ഇടാം. അതെ, അത് ഈ സമയത്താണ് ഇടേണ്ടത്. അതെ, ഇടണുണ്ടെങ്കിൽ അല്ലേ, ഇടണുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇടണ്ട. ഞാൻ ഇന്നാളും നമ്മൾ അവിടെ ഷോപ്പിൽ പോയപ്പോൾ മേടിച്ച കുരുമുളക് പൊടിയുണ്ട് ഷാറയുടെ. ഇത് നമുക്ക് പൊട്ടിച്ച് കുപ്പിയിലാക്കണമെങ്കിൽ. കുറവുണ്ടെങ്കിൽ നമുക്കത് പൊട്ടിച്ച് ഇച്ചിരി ആഡ് ചെയ്യാം കേട്ടോ ലാസ്റ്റ്. നല്ല സ്മെല്ല് കേട്ടോ, ആ പേസ്റ്റ് ഇട്ടോണ്ടാണ് ഒരു പ്രത്യേക സ്മെല്ല്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വളരെ നല്ലതാണ്, സ്മെല്ല് വളരെ നല്ലതാ. ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ സൂപ്പിന് വേണ്ടി വഴറ്റണേ. അതെ അതെ അതെ, ഈ മിക്സ് ഒക്കെ തന്നെയാ ഏതാണ്ടൊക്കെ അല്ലേ. സൂപ്പ് ഉണ്ടാക്കണം ഞാനല്ലല്ലോ, സൂപ്പിന്റെ ആളല്ല കേട്ടോ. ഞാൻ സൂപ്പ് ഉണ്ടാക്കണേൽ കുറച്ച് പ്രോയാണ്.
ഞാൻ തന്നെ അവകാശപ്പെടുവാണ്, ഞാൻ സൂപ്പിൽ ഇത്തിരി പ്രോയാണ്. അതെ, കാരണം എന്താണെന്നറിയുമോ, പ്രേക്ഷകര് കണ്ടിട്ടുണ്ടോ മത്തങ്ങാ സൂപ്പ് വരും, അപ്പനും മകളും കൂടെ നന്നായിട്ട് പഷ്ടാന്നും പറഞ്ഞ് കുടിക്കും. എനിക്ക് ഇഷ്ടമുള്ള സൂപ്പ് ഏതാന്നറിയാമോ, നമ്മള് പണ്ട് ചിയാങ്ങി പോകുമ്പോ കുടിക്കൂലേ, സ്വീറ്റ് ക്രാബ് സ്വീറ്റ് കോൺ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ വയറിനൊക്കെ അസുഖം വന്ന പിന്നെ പുറത്തു പോയി കഴിക്കാറില്ല കേട്ടോ. പുറത്തു പോയി കഴിക്കാറില്ലെന്നല്ല, നോൺ വെജ് കഴിക്കൽ കുറവാണ്. പുറത്തുപോയി നൂഡിൽസും അങ്ങനെ കഴിക്കാറില്ല, സൂപ്പുകളും ഒന്നും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. പിന്നെ കഴിക്കുന്നത് വെജ് മീലും മസാല ദോശയും നെയ്റോസ്റ്റും അങ്ങനെയൊക്കെ ഉള്ളതാ കഴിക്കാറ് പുറത്തുനിന്ന്. നമുക്ക് ഇതിങ്ങനെ നോക്കുമ്പോ എന്നാന്ന് നിങ്ങൾക്ക് തോന്നണ്ട, 2 മുഴുത്ത പൊട്ടറ്റോ ഉപ്പും വെള്ളവും ഒഴിച്ച് കുക്കറിൽ അടിച്ച് വേവിച്ചതാ. എന്നിട്ട് ഞാനങ്ങ് ഇതുകൊണ്ട് ഉടച്ചെടുത്തതാട്ടോ. നന്നായിട്ട് കുഴഞ്ഞിരിക്കണം. അത് കുഴച്ചങ്ങ് എടുത്തത്. അതിപ്പോൾ പുഴുങ്ങണ എങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലെന്നോർത്ത് ഞാനത് നേരത്തെ പുഴുങ്ങി വെച്ച് തൊണ്ട് കളഞ്ഞ് ഉടച്ച് വെച്ചിരുന്നതാട്ടോ. വേറെ ഒന്നുമല്ല. ഇനി ഒരു പ്രധാന താരം ഇതിലേക്ക് ഇടാനുണ്ട്, അവനെ എടുത്തോണ്ട് വരാം ഞാൻ. അതാണ് അപ്പയുടെ ഹൈലൈറ്റ്, ആ താരം അല്ലേ. അത് ഒരു ചെറിയ സാധനം അല്ല, ചെറുതല്ല. ഇല്ലേലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചാലും പക്ഷെ അത് വേണം, അത് വേണം അല്ലേ. അത് വന്നാലേ ഇതിന് അതിൻ്റെതായ രുചി വരുവുള്ളൂ. പക്ഷെ ഇവൻ ഇങ്ങനെ ഇരിക്കരുത് കൂട്ടോ. അതിനാണ് വെള്ളം ഇവിടെ വെച്ചിരിക്കുന്നത്. ചെറു ചൂടാക്കിയ വെള്ളമാണ് വെച്ചേക്കണേ. ഇനി കഴിക്കാൻ നേരത്തിൽ നിങ്ങൾക്ക് ഡിന്നർ എടുക്കുമ്പോഴും കാണിക്കാൻ കേട്ടോ ഇതിന്റെ ഫുൾ ഫോമില. ഇങ്ങനെ വേണം എന്നുള്ളവർക്ക് ഇങ്ങനെ കുറച്ചുകൂടി വറ്റിച്ച് ഡ്രൈ ആക്കാം. പക്ഷെ കഴിക്കൂല. ചില ഹോട്ടലില് പൂരി തരുമ്പോ ഈ വെജ് ഹോട്ടലുകളിലൊക്കെ തന്നെ ഒരു ഇതാ എനിക്ക് ഇഷ്ടമല്ല. എന്നാന്നോ, ഇങ്ങനെ കട്ടയായിട്ട് ഒരു കുഞ്ഞു ബൗളിൽ ഇത് വെക്കും, പിന്നെ ഒരു ചമ്മന്തി വെക്കും, അങ്ങനെയൊക്കെ അവരുടെ അല്ല ഞാൻ പറഞ്ഞതാ. പക്ഷെ ഇവിടെ ഇഷ്ടം ഇങ്ങനെ ചാറായിട്ട് പെരണ്ടിരിക്കണം. ഒരുപാട് ചാറും പാടില്ല, ഡ്രൈ ആയിട്ട് ഇരിക്കാനും പാടില്ല. അതെ, അതാണ് ഇവിടത്തെ രീതി. ഇതാണ് നമ്മൾ ഇതിൽ ചേർക്കണത്. റെഡി ടു കുക്ക് ബ്രില്ലർ ഗ്രീൻ പീസ്. റേറ്റ് പറഞ്ഞേരെ. അതാണ് പ്യുവർ പച്ചക്കളറ്. 289 രൂപയാണ്. പക്ഷെ ഞാൻ ഓഫറിന് 144 രൂപയ്ക്കാണ് മേടിച്ചത്. എവിടെന്നാന്നും പറഞ്ഞേരെ. ഇത് പ്രൊമോഷൻ അല്ല കേട്ടോ, ഒരു പ്രൊമോഷനും അല്ല, ഞങ്ങൾ ഉപയോഗിക്കണ കാണിച്ചു എന്ന് മാത്രമേ. ലുലുന്നാ ഞാൻ മേടിച്ചു കേട്ടോ. അതും പറഞ്ഞേരെ. ഇനി ഇത് കഴുകിയിട്ട് കാണിക്കാം. എന്നാണ് ഇതിപ്പോ ഫ്രീസ് ചെയ്തിരിക്കണോണ്ടാ. ഇതാണ് ഐസൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ള അതിന്റെ ഫൈനൽ ഫോം, പച്ച നിറം. ഇത് നന്നായിട്ട് ഇടണോന്നാ പറയണേ. ഇവിടെ നന്നായിട്ട് ഇത് ചേർക്കണം, അതാണ് ഇവിടുത്തെ താല്പര്യം. അതെ, എന്ത് ചെയ്യാനാ, ഓരോരോരോ താല്പര്യങ്ങൾ. അവസാനം അല്ലേ വെള്ളം ഒഴിക്കണം. അവസാനം ഇത് മിക്സ് ആക്കണം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യണം. എന്നാന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് മിക്സ് ആവണ്ടേ. ചെറു ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഇതായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് ചൂടാക്കി ഒന്ന് ഇതാക്കിയെടുക്കണം. ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് ചിലപ്പം നമ്മൾ കഴിക്കാൻ നേരത്തെ ഇച്ചിരി കട്ടയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാം, കാരണം ചൂട് കൊണ്ട് കട്ടയാവും. അങ്ങനെ കട്ടയായിട്ട് ഇരിക്കുവാണെങ്കിൽ ഞാൻ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കി 2 ദിവസത്തേക്ക്, ഇന്നത്തേക്കും നാളത്തേക്കും ഉള്ളത് ഞാൻ കരുതും. ഇതിപ്പോൾ ഒരാൾക്ക് മാത്രമുള്ളതാട്ടോ, എനിക്കില്ല. ഞാൻ ഇത് ഉപയോഗിക്കാറില്ല. ഞാൻ ചോറാ ഉണ്ണണം, അല്ലെങ്കിൽ കഞ്ഞി ചോറായിരിക്കും മിക്കവാറും. അപ്പം എടുക്കുമ്പോൾ കട്ടയായിട്ടായിരിക്കണമെങ്കിൽ ഇതുപോലെ ചെറു ചൂടുവെള്ളം ഒഴിക്കുക. അപ്പം കറക്റ്റായിട്ട് വരും. അത് പാകത്തിന് കേട്ടോ, കറക്റ്റ് മീൻസ് പാകത്തിന് വരും. ഇനി ഉപ്പൊക്കെ ചേർക്കണം. ഉപ്പുണ്ടാവൂല അപ്പം ഇതെല്ലാം കൂടെ ചേർന്നപ്പം. നോക്കട്ടെ, ഉപ്പ് കുറവാണ്. ഇവിടെ ചേർക്കണം. സവോളയ്ക്കുള്ള ഉപ്പ് നമ്മൾ വഴറ്റാൻ നേരത്തെ ചേർത്തതേ ഉള്ളൂ. ഇതിന് ഉപ്പ് കൂടിപ്പോയൊരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കൊന്നും ആഡ് ചെയ്യാനില്ല. ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പം നോക്കി ഉപ്പിടാവോളൂ എന്ന് മാത്രം. അല്ല ഇത് ചേർക്കൂല കേട്ടോ, ടൊമാറ്റോ ചേർക്കൂല. നമ്മളാ ചേർക്കണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം, നമ്മൾ ചേർക്കൂല, നമ്മുടെ രീതി. വേപ്പില ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇച്ചിരി കുറവല്ലേ. കുഴപ്പമില്ല, ഈ വേപ്പില പറിച്ചോണ്ട് വരാം. പറിച്ചു വെച്ചിരുന്നത് തീർന്നു. നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം, കുറവാ. ഞാൻ കുരുമുളക് പൊടി അത് തീർന്നായിരുന്നു. പുതിയ പാക്കറ്റ് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ടു. ദേ ഇച്ചിരി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് നിങ്ങളെ കാണിച്ചില്ലൊന്നും. ദേ മീതെ കിടക്കണത് അതേ ഇവിടെ ഇട്ടു. ഇതങ്ങ് ഇടാം, കൂടുതലായി പോയാൽ പറ്റൂല. അതാ അപ്പൊക്ക് അത് ഇഷ്ടപ്പെടൂല. ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് വറ്റി തുടങ്ങി. അല്ല അത് കഴിക്കാറാകുമ്പോൾ എന്തായാലും ഇച്ചിരി ഇതിലാക്കണം. അപ്പം ചെറിയ ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ, ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. ദേ ഇത്രയുണ്ട്, 100 ഗ്രാം കുരുമുളക് പൊടിയാണ് ടിന്നിൽ ഇട്ട് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഞാനത് തികയുവാണെങ്കിൽ പിന്നെ വേണ്ടല്ലോ, പതുക്കെ ഇട്ട് വെച്ചാൽ മതിയല്ലോ എന്ന് ഓർത്താട്ടോ. അപ്പൊക്കെ ആർമാദിക്കാം.
അല്ല അർമാദിക്ക എന്ന് പറഞ്ഞ വെജിറ്റബിൾ അല്ലേ? എന്നാലും കുഴപ്പമില്ല, ഇത് വളരെ ഇഷ്ടമാണ്. സ്റ്റൂവിനോട് ഏകദേശം സിമിലർ ആയിട്ടില്ല, തേങ്ങാപ്പാൽ ഇല്ലാന്ന് മാത്രം. അത് ശരിയാ. പൊട്ടറ്റോ ഉള്ളതുകൊണ്ട് പക്ഷെ സ്റ്റൂവിന്റെ രുചി കിട്ടും. ഇതിലേക്ക് ശരിക്കും തേങ്ങാപ്പാൽ ചേർത്ത് ഏതാണ്ട് സ്റ്റൂ എന്ന് പറയാം. അതെ അതെ, പൊട്ടറ്റോ സ്റ്റൂ എന്ന് പറയാം. പറയാം. മതി, ഉപ്പൊക്കെ മതി, കറക്റ്റാ. ഇനി നമുക്ക് കഴിക്കുന്ന സമയത്ത് കാണിക്കാം കേട്ടോ. അപ്പം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ കറിയാ. ചപ്പാത്തിക്കും പൂരിക്കും അതിന് രണ്ടിനുമാണ് ഏറ്റവും നല്ലത്. ഇടിയപ്പവും അഡ്ജസ്റ്റ് ചെയ്യാൻ, ഇടിയപ്പത്തിനും കഴിക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇനിയാണ് നമ്മുടെ താരം എത്താൻ പോണത്. എന്ത് താരം? വിത്ത് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഐറ്റം. അതെ, അതിപ്പോ കുറുകി കുഴപ്പമില്ല. അതെ, കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ ലിക്വിഡിയാണ്. ഞാൻ ചൂടാക്കി, ചൂടുണ്ട്. വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അത്രയും ആ ഫോം മതി, ഗ്രേവി ഇച്ചിരി ലിക്വിഡ് ഫോമിൽ. ഒരു എടുക്കട്ടെ, എന്നിട്ട് കാണിക്കും. ഇതിലാണ് അപ്പയുടെ ഹൈലൈറ്റ് ഇരിക്കുന്നത്. പച്ചമുളക്, പഴുത്തമുളക്. ഇങ്ങനെ കട്ടിയാവുകയും ചെയ്യരുത്, ഇതാണ് അപ്പയുടെ പ്രിയപ്പെട്ട ഫോം. മഞ്ഞളൊട്ടും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ വൈറ്റ് കളറായിട്ടിരിക്കും. ഗ്രീൻ കളർ. ഗ്രീൻ കളർ അല്ല, വൈറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ച് യെല്ലോ ഷെയ്ഡ് ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗ്രീൻ കളറാ ഇതിന്റെ, ഗ്രീൻ പീസിന്റെ കളർ. അപ്പൊ ഇച്ചിരി യെല്ലോ ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. അത് നമ്മൾ വേണ്ടെന്നുള്ളത് കൊണ്ടാണ് അത് ചേർക്കാതിരിക്കുന്നത്. അതെ, പിടിച്ച് കാണിച്ചു തരാം. രണ്ടിനും ചൂടാ, ഭയങ്കര ചൂടാ. അയ്യോ, അങ്ങനെ പിടിക്കാൻ പറ്റില്ല, ചൂടാ, നല്ല ചൂടാ. രണ്ടും ചൂടാ കേട്ടോ. കറി ഭയങ്കര ചൂടാ, കറി ചൂടാ. പ്രിയപ്പെട്ട ഐറ്റമാണ് വെജിറ്റബിൾ കറി. വെജിറ്റബിൾ കറി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂ അല്ല ചാറില്ല, അതുപോലെ തന്നെ കുഴഞ്ഞ് കട്ടി പിടിച്ചിരിക്കില്ല, ഫ്ലൂയിഡ് ഫോമിലാണ്. അതിലാണ് കാര്യം. ഇത് പൂരിയുടെ കൂടെ നല്ലതാണ്. ഹാഫ് കുക്ക്ഡ് ആയതുകൊണ്ട് പ്രത്യേക രുചിയാ വെജിറ്റബിളിന്റെ. മറ്റേത് വഴറ്റണതാ. അല്ല, ആ ഗ്രീൻ പീസിന്റെ ഹാഫ് കുക്ക്ഡ് ടേസ്റ്റാ മുന്നിൽ നിൽക്കണം. അതെ, അതാണ് ഹൈലൈറ്റ് അതിന്റെ. നല്ല ഫ്ലൂയിഡ് ഫോം ആയതുകൊണ്ട് നല്ല രുചിയായിരിക്കും. ഫ്ലൂയിഡ് ഫോം ഇങ്ങനെ അനക്കുമ്പോ അനങ്ങണം, അതാണ് അതിന്റെ. കണ്ടോ, എന്നാൽ ചാറില്ല. സ്റ്റൂ ആയി കഴിയുമ്പോൾ അതിന് ചാറ് വരും. ചാറ് വന്നാൽ ഇതിന് രുചിയില്ല. കുഴഞ്ഞിരുന്നാൽ, ഇതുപോലെ ഇരുന്നാലേ ഇതിൽ ചേർത്ത് തിന്നാൻ പറ്റുള്ളൂ. പൂരിക്കും നല്ലതല്ല. ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ അത് കിട്ടും അതിനകത്ത്. മറ്റേ ചാറാണെങ്കിൽ ചാറ് മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല